ഫബിങ് ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പക്ഷെ നമുക്ക് ഇതേ അനുഭവം ഒരുപാട് പേർക്കുണ്ടാവും. അതായത് ഈ ഫോണിനോടൊക്കെ ഭയങ്കര അടുപ്പം തോന്നിയിട്ട് മുമ്പിലിരിക്കണ ആളെ കുറിച്ചിട്ട് യാതൊരു ബോധമില്ലാതെ ഏത് നേരം ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കാം. ഇപ്പോൾ എനിക്ക് 2012 എൻ്റെ ഓർമ്മ ഈ ഒരു ടേം അങ്ങോട്ട് വന്നതും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആളുകളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചത്. കാരണം ആ സമയത്തൊക്കെ ആണല്ലോ ഫോൺ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടിയത്. പിന്നെ അവിടെ നിന്ന് കൊറോണ കാലമായപ്പോഴേക്കും പിന്നെ ഫോണായി. ഇത് പാർട്ട്നേഴ്സ് രണ്ടുപേർക്കും ഈ ഫബിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര വീക്കായിപ്പോൾ അവർക്ക് ഫോണായിരിക്കും ഏറ്റവും കൂടുതൽ അഡിക്ഷൻ. മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ സ്നേഹമോ ഫീലിങ്സോ അതിനോടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ കാണാറുണ്ട്. ഞാൻ എന്ത് പറയുന്നതും കേൾക്കാറില്ല. ആളെപ്പോഴും ഫോൺ മാത്രം മതി, ഏത് നേരം ഫോണിലാണ്, ഏറ്റവും നേരം ഫോണിലാണ്. ഇറ്റ്സ് ലൈക്ക് അതാണ് ഇങ്ങനെ 4 പുറവും കേൾക്കുന്നൊരു കാര്യം. ഇനി തിരിച്ചും പറയാറുണ്ട്, ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൾ ഏത് നേരവും റീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ നേരില്ല, അവൾക്ക് എപ്പോഴും റീൽസ് കണ്ടുകൊണ്ടിരിക്കില്ല. പണി ഏത് നേരം അവളുടെ സ്കൂള് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസുകൾ വരാറുണ്ട്. അതായത് ആ ഒരു ഫോണിൻ്റെ ലോകത്തിലേക്ക് തന്നെ ഇങ്ങനെ ഇരുന്ന് ബാക്കി എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ. അതത്ര നല്ല കാര്യമൊന്നുമല്ല. ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യം, ഇത് നമ്മുടെ ലൈഫിൽ വന്നു തുടങ്ങിയിരിക്കണോ പാർട്ട്ണറിനെ മനസ്സിലാക്കാനോ ആ പാർട്ട്ണർ അദൃശ്യമായ മാതിരി അയാളുണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല. ഒരേ ബെഡ്റൂമിൽ കിടന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഫോണിൻ്റെ ലോകത്തിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൊന്നുമില്ല. പേരിനൊരു ഭർത്താവ്, പേരിനൊരു ഭാര്യ എന്ന നിലയിലേക്കൊക്കെ പോകുന്നത് ഇങ്ങനെയാണ്. ഫോൺ ഇല്ലാത്തൊരു കാലത്താണെങ്കിൽ 100 പ്രാവശ്യം നമുക്ക് പല കാര്യങ്ങൾക്കും ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ഭർത്താവിനെയും ഭാര്യേനെയൊക്കെ ഒന്ന് നോക്കാനൊക്കെ നമുക്ക് നേരം കിട്ടും. എവിടേക്കോ നമ്മുടെ പഴയ സ്നേഹങ്ങളും പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ തോന്നും. ഇപ്പം എന്തിനും കണ്ണൊന്നും തുറന്ന് മുകളിലേക്ക് നോക്കാൻ പോലും നേരമില്ല. എല്ലാം ഈ ഫോണിൻ്റെ ലോകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഒരുപാട് പേരുടെ ലൈഫിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ ഫ്രീ ഏരിയാസെങ്കിലും വീട്ടിൽ വെക്കണം. ഇന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് ആ ഏരിയയിലേക്ക് കിടക്കുമ്പോൾ ഫോണൊന്നും ഉപയോഗിക്കുകയില്ല എന്നുള്ളത്. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്ക് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഫോണിൻ്റെ ഉപയോഗം അത്രമാത്രം കൂടുതലായിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇത് നമ്മളുടെ തലച്ചോറിനടക്കം ബാധിക്കുന്നതാണ്. ഓർമ്മക്കുറവിനെ ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. കാരണം മെമ്മറി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമുക്കൊരു ഫോൺ നമ്പർ കാണാതെ നമ്മൾ മനസ്സിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഫോണിൽ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഫാമിലിയിലും ഒക്കെ ഇത് വരുന്നുണ്ട്. ഒന്നിൽ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഫോണിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം എന്തായാലും വേണം കേട്ടോ. ഇതാണ് എനിക്ക് പറയാൻ.